സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ അവസാനത്തെ യാത്രയെക്കുറിച്ച്? 1000 സ്വപ്നങ്ങളുമായി പെട്ടികെട്ടി വിദേശത്തേക്ക് വന്ന നമ്മളെ പെട്ടിയിലാക്കി തിരിച്ചയക്കുന്ന ഒരു യാത്രയെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ സൗഭാഗ്യങ്ങൾ തേടിയലയുന്ന ഈ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിനിടയിൽ ഇരയുടെ മുകളിൽ ചാടി വീഴാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൗര്യത്തോടെ മരണം നമ്മളെ ശരീരത്തിലേക്ക് കയറി വരുമ്പോ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ, ഒരാളോട് പോലും സമ്മതം ചോദിക്കാതെ, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ, പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്ന മക്കൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ മണ്ണിലേക്കുള്ള ഒരു യാത്രയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ തിരക്കിനിടയിൽ ഈ കാണുന്ന തിരക്കും വെപ്രാളും ഒക്കെ അവസാനിച്ച് നീണ്ടു നിവർന്ന് നമ്മൾ അങ്ങനെ കിടക്കും. ഓരോരുത്തരും നമ്മളെ മുഖം നോക്കി മാറിയിരുന്ന് സങ്കടപ്പെടുമ്പോ നമുക്ക് ചെയ്തു തരാനുള്ളതൊക്കെ നമ്മളെ നാട്ടുകാരും കുടുംബക്കാരും ചെയ്തു തരും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഈ മണ്ണെന്നാണ് പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ. കാരണം പ്രത്യേകിച്ച് ഖത്തർ എന്ന രാജ്യത്തെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ 1000 സ്വപ്നങ്ങളുമായി പെട്ടികെട്ടി ഈ നാട്ടിലെത്തി അവസാനം ഒരു പെട്ടിയായി നാട്ടിലേക്ക് വന്ന എൻ്റെ എളാപ്പയുടെ മുഖം ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് ചെയ്തു തരാനുള്ള സർവ്വതും നമ്മളെ കുടുംബക്കാരും ബന്ധുക്കളും നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാ മരിച്ച മയ്യത്തിന്റെ കണ്ണട അവർ അടയ്ക്കും, തുറന്നു പോകുന്ന വായ അവർ കൂട്ടിക്കെട്ടും, തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ വിരലുകൾ അവർ ചേർത്ത് പിടിച്ച് കെട്ടിയിടും. 3 വെള്ളത്തുണിക്കുള്ളിൽ ഒന്നും അറിയാത്തവനെ പോലെ കിടക്കുന്ന നമ്മളെ ഭംഗിയായി അവർ കുളിപ്പിക്കും. ശേഷം 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 6 അടി മണ്ണിന്റെ മേലയിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് നമ്മളെ കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും നമ്മൾക്ക് തരുന്നൊരു യാത്രയപ്പുണ്ട്. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത്. ഒരുപക്ഷെ ഉമ്മമാര്, എൻ്റെ സഹോദരിമാരത് കണ്ടിട്ടുണ്ടാവൂല. 6 അടി മണ്ണിലേക്ക് ഒരു മയ്യത്തിറക്കി വെച്ച് അതിൻ്റെ മേലെയുള്ള സ്ലേവ് ഒരു തരി മണ്ണ് പോലും ആ മയ്യത്തിന്റെ മുകളിലേക്ക് വീഴാതെ സർവ്വദ്വാരങ്ങളും വിടവുകളും ഇലകളും പേപ്പറുകളും വെച്ച് അടച്ചു കളഞ്ഞ് ആ കബറിലേക്ക് ഓരോരുത്തരും 1 പിടി 3 പിടിയായി മണ്ണ് വാരിയിടും. 3ാമത്തെ പിടി മണ്ണ് നമ്മളെ കബറിന്റെ മുകളിലേക്ക് വീഴുമ്പോ തൊട്ടടുത്ത് നിന്നൊരാൾ ചൊല്ലിത്തൊടുങ്ങും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരനാ, ഇന്നലെ വരെ എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ ജീവന്റെ ഭാഗമായ എൻ്റെ പ്രാണന്റെ കൂട്ടുകാരനാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന എൻ്റെ സഹോദരന്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ പെങ്ങൾക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ വിലയുള്ളൂ. നമ്മളേൽ അത്യാവശ്യം പണണ്ടേ നമുക്ക് ഏത് വേദിയിലും കയറാം, ആരെ മുൻപിലും നിൽക്കാം. ഒരാൾ എന്തടോ എന്ന് ചോദിച്ചാ എന്താക്കണടോ എന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മളെ തറവാടിന്റെ ബലം മതി, പണത്തിന്റെ ബലം മതി. പക്ഷേ 6 അടി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പണക്കാരൻ പാവപ്പെട്ടവൻ, മൂക്ക് നീണ്ടവൻ പതിഞ്ഞവൻ, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ല. മയ്യത്ത് സബ്ബിതുഹു ഇൻദ സുആൽ. പടച്ച റബ്ബിന്റെ കഴിവ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ പോലും ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള അവസരം മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് കിടത്തി കബറാളിക്ക് തസ്ബീത്തും ചൊല്ലി നമ്മളെ കുടുംബക്കാര് പിരിഞ്ഞു പോകുമ്പോ വാനലോകത്ത് നിന്നും അള്ളാഹുവിന്റെ മലക്കുകൾ വരും. ആ കബറാളിയെ തട്ടിവിളിക്കും, കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? റബ്ബിന്റെ വായു ശ്വസിച്ച്, റബ്ബിന്റെ വെള്ളം കുടിച്ച്, റബ്ബിന്റെ സൗഭാഗ്യങ്ങൾ അനുസരിച്ച് ജീവിച്ച മനുഷ്യ, മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? മാദീനുക, കണ്ട സിനിമകളും ആസ്വാദനങ്ങളും സിനിമാ നടന്മാരെയും പരസ്യ മോഡലുകളെയും കളിക്കാരനെയും വായിച്ചറിയുന്ന സർവ്വ തോന്നിവാസങ്ങളെയും നെഞ്ചേറ്റി നടന്നിയവനെ, ആഴ്ച തെറ്റാതെ സിനിമ കണ്ടവരെ, ചെവികളിൽ സംഗീതത്തിന്റെ മേമ്പടികൾ ചികിരിയവരെ, അന്യന്റെ സമ്പത്തുകൾ കെട്ടെടുത്തവരെ, സ്വന്തം കുടുംബത്തോട് നീതി കാണിക്കാത്തവരെ, മാ ദീനുക, നിങ്ങളെ ദീനേതായിരുന്നു? മാഹാദൽ കിതാബ്,
ഒരായത്തോതാൻ സമയം കിട്ടാതെ, അള്ളാഹുവിന്റെ ഖുർആൻ അറിയാതെ 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകളെ പഠിക്കാത്ത മനുഷ്യ, എന്തുകൊണ്ട് സൂറത്തുൽ ബഖറയ്ക്ക് ബഖറ എന്ന പേര്? എന്തുകൊണ്ട് സൂറത്തുൽ അൻകബൂത്തിന് ചെലന്തിയുടെ പേര്? എന്തിന് സൂറത്തുൻ നംലിന് തേനീച്ചയുടെ പേര്? എന്തിന് സൂറത്തുൻ നഹ്ലിന് ഉറുമ്പിന്റെ പേര്? ഇതൊന്നും അറിയാതെ ഈ ദുനിയാവിൽ രാഷ്ട്രീയക്കാരന്റെ വിടുവായത്വം കേട്ട് പരസ്പരം കുടുംബത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് അന്യന്റെ പച്ചമാംസം തിന്ന് ആരാന്റെ ശരീരത്തിലേക്ക് ഒളിഞ്ഞു നോക്കി ജീവിച്ച മനുഷ്യ, മാ കിതാബുക മാ ഹാദാ, ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിനക്കെന്തറിയാം? നിന്റെ മതമേത്? നിന്റെ ദീനേത്? നീ അംഗീകരിച്ച പ്രവാചകനേത് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ റബ്ബേ ഉത്തരം കിട്ടാതെ നരകത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കബറ് കിടക്കുന്ന നിന്റെ കൂട്ടുകാരന്, നിന്റെ കുടുംബക്കാരന് നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവന് പറയാൻ പറ്റണേ നാദാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത, അവിടെ നിന്ന് അങ്ങോട്ട് അനുഭവിക്കാനുള്ള ലോകത്തെ പറ്റി ആ മയ്യത്തിനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഖബറിന്റെ 2 ഭാഗങ്ങൾ അങ്ങ് ഇടുക്കിക്കളയും. ആ ഇടുങ്ങുന്ന സമയത്ത് ഖബർ കിടക്കുന്ന മനുഷ്യന്റെ വാരിയല്ലുകൾ ഇതുപോലെ കോർത്തുപോകും. മദീന മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുതുബ നടത്തുമ്പം സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പി കാണിച്ചു കൊടുത്തു. ഹാദാ, ഇതുപോലെ മിസ്ലഹാദാ, ഇതുപോലെ നിങ്ങളെ വാരിയലുകൾ കോർത്തുപോകും. അന്ന് നിങ്ങൾ കരയും, മാനം മുട്ട നിങ്ങളെ സംസാരം, ശബ്ദം അവിടെ പ്രകമ്പനം കൊള്ളും. മനുഷ്യരല്ലാത്ത സർവചരാചരങ്ങളും ആ കരച്ചിൽ കേട്ട് വെപ്രാളപ്പെടും. അവര് ഭയവിഹ്വലരാകും. മനുഷ്യരെ, നിങ്ങളെങ്ങാനും ഖബർ കിടക്കുന്നവന്റെ വേദന അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അള്ളാന്റെ മണ്ണുക്ക് ഖബറിലേക്ക് വെക്കാൻ ചെല്ലൂലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അതുകൊണ്ട് റബ്ബേ ആ ഖബറിന്റെ വേദനയിൽ നിന്ന് ഈ ഖബറാളി അങ്ങി കാത്തിരക്ഷിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായിട്ടുള്ള സർവ്വ കുറ്റങ്ങളും നീ പൊറുത്ത് റബ്ബേ ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് നീ ഒരു സ്വർഗത്തിന്റെ കവാടം ആ ഖബറിലേക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ. 10-15 മിനിറ്റ് നേരം എല്ലാവരും ചെല്ലും, ആത്മാർത്ഥമായിട്ട് ചെല്ലും. അതിനുശേഷം ഓരോരുത്തരും നമ്മളെ ഖബറിന്റെ അരികിന്ന് തിരിച്ചു പോകും. പിന്നാരാ മനുഷ്യരെ എന്നെ ഓർക്കാറുള്ളത്? പിന്നാരാ അന്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്? സ്വന്തം കുടുംബത്തിനും പ്രവാസ ലോകത്തും നിരവധി മരണങ്ങൾ കൺമുൻപിൽ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച നിങ്ങളാരെങ്കിലും തൊട്ടു മുൻപ് നമസ്കരിച്ച ആ അസർ നമസ്കാര ശേഷം പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പം, പടച്ചോനെ, ഞാൻ അറിയുന്ന എൻ്റെ കുടുംബത്തിലെ അയാളുടെ ഖബറും നീ ഭംഗിയാക്കണേ റബ്ബേ, പ്രാർത്ഥിച്ചോ? ഈ സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും നാളെ ഇല്ലെങ്കിൽ എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും? എത്ര പേര് നമുക്ക് വേണ്ടി ദുനിയാവെന്ന് പടച്ചോനോട് ചോദിക്കാനുണ്ടാകും? എത്ര പേര് നമ്മളെ ഓർക്കും? സ്വന്തം വാപ്പനെയും ഇമ്മനെയും പോലും ഓർക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിൽ ആ 6 അടി മണ്ണിലേക്ക് ഏത് നിമിഷവും യാത്ര ആരംഭിച്ച് അതിൻ്റെ പകുതി എത്തിയവരും മുക്കാലെത്തിയവരും അതിൻ്റെ തുടക്കത്തിലുള്ളവരുമായ മനുഷ്യരെ എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? എന്തുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ കാണിക്കാൻ? നാളെ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് 10,000-ങ്ങൾ മഹ്ശറാ ലോകത്ത് വെപ്രാളപ്പെടുമ്പോ ആർജവത്തോടെ റബ്ബിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് കയറി ചെന്ന് അമ്പിയാക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ കയറിക്കൂടാൻ മാത്രം ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല ജീവിത രീതി, ഇതിലേത് ചോദ്യത്തിനാ പടച്ചവനോട് ഞാൻ നിങ്ങൾ ഉത്തരം പറയാം?